എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ബ്രദറിൻ ലോയും കൂടി സ്വന്തം നാട്ടിലൂടെയാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. സ്വന്തം നാട്ടിലെ തടിയമ്പാട് എന്ന് പറയപ്പെടുന്ന ചെറിയ ഒരു ടൗണിലൂടെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. എപ്പോഴും തിരക്കുള്ള എറണാകുളം കുമളി റോഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ധാരാളം വളവുകളും തിരിവുകളുമുള്ള മനോഹരമായൊരു റോഡിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇടത് സൈഡിൽ വലിയൊരു താഴ്വരയാണ്. ആ താഴ്വരയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഹൈറേഞ്ചിൽ തന്നെയുള്ള മറ്റൊരു ചെറിയ പട്ടണമായ കരിമ്പൻ പട്ടണത്തിലേക്കാണ്. ഈ പട്ടണത്തിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് എറണാകുളത്തിനുള്ളതും. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി മുരിക്കാശ്ശേരി, തോപ്രാംകുടി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വഴിയാകുന്നു. ഞങ്ങൾ പോകുന്നത് ഈ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക സഭയുടെ രൂപത കാര്യാലയത്തിൻ്റെ സമീപത്തു കൂടിയാണ്. ഇപ്പോൾ റോഡിൻ്റെ വലത് സൈഡിൽ കണ്ടതാണ് രൂപത കാര്യാലയം. ധാരാളം വളവുകളും തിരിവുകളും കയറ്റവും ഇറക്കവുമുള്ള ഈ മനോഹരമായ വഴിയിലൂടെ ഞങ്ങൾ പോകുന്നത് മുരിക്കാശ്ശേരിയിലേക്കാണ്. ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് വലിയൊരു പാലത്തിലൂടെയാണ്. ഈ പാലമാണ് പെരിയാറിന് കുറുകെ പണിതിട്ടുള്ള ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നായ പാലം. ഈ പാലത്തിൻ്റെ പേര് കരിമ്പൻ പാലം എന്നാണ്. പാലം കഴിഞ്ഞാൽ ഉടനെ വലിയൊരു കയറ്റമാണ്. ആ കയറ്റം കയറി വേണം ഇനിയുള്ള ഞങ്ങളുടെ യാത്ര. വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഇറങ്ങി പല മലനിരകളെയും കടന്നു വേണം മുരിക്കാശ്ശേരിയിൽ എത്തിച്ചേരുവാൻ. ഇത്തരം മലനിരകളിലൂടെ പണിതിട്ടുള്ള റോഡിലൂടെയുള്ള ഡ്രൈവിങ് മനോഹരമൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള മലനിരകളിലൂടെയുള്ള ഈ റോഡിലൂടെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ പൈനാവിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെയായാണ് മുരിക്കാശ്ശേരി സ്ഥിതി ചെയ്യുന്നത്. ഹൈറേഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളുമായും മുരിക്കാശ്ശേരി നന്നായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
ചാലിക്കട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലവും കടന്ന് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് മുരിക്കാശ്ശേരി ലക്ഷ്യമാക്കി. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന മാർക്കറ്റും വിദ്യാഭ്യാസ കേന്ദ്രവുമാണ് മുരിക്കാശ്ശേരി. ഇത് കുടിയേറ്റ കർഷകരുടെ ഗ്രാമമാണ്. ഇത് കുടിയേറ്റ കർഷകരുടെ ഗ്രാമമായതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് കാണാം കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. റോഡിൻ്റെ വലതുവശത്തും ഇടതുവശത്തും അങ്ങ് ദൂരെ കാണുന്ന മലനിരകളിലെ എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. വിവിധങ്ങളായ പ്രധാനമായും എല്ലാ തരത്തിലുമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് ഇത്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങൾ ഈ ഗ്രാമത്തിനും വിപണിക്കും ഒരു ഉണർവാണ് ഏകുന്നത്. അതേസമയം കൃഷിഭൂമിയോട് ചേർന്ന് മനോഹരങ്ങളായ വീടുകളും പണിതിരിക്കുന്നത് കാണാം. വീണ്ടും മറ്റൊരു കയറ്റം കയറി അടുത്ത മലമുകളിലേക്ക്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം റോഡ് സൈഡിൽ കൃഷി ചെയ്തിരിക്കുന്നത് കുരുമുളകാണ്. അതേസമയം ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം ചുറ്റും വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആ മലനിരകളുടെ ഇടയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. വീണ്ടും ഹെയർ പിൻ വളവിലൂടെ താഴേക്ക്.
കയറ്റവും വളവും ഉള്ള വഴിയിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ. ഇത് മനോഹരമൊരു ദൃശ്യമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ഈ വളവും തിരിവുമുള്ള ഈ കയറ്റം കയറി ചെല്ലുന്നത് മുരിക്കാശ്ശേരി നഗരത്തിലേക്കാണ്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് മുരിക്കാശ്ശേരി. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മുരിക്കാശ്ശേരി എന്ന ഈ നഗരം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുരിക്കാശ്ശേരി എന്ന മലമുകളിലെ ഈ നഗരത്തിൽ നിരവധിയായ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ മുരിക്കാശ്ശേരിയും കഴിഞ്ഞ് ഈ കാണുന്ന റോഡിലൂടെ പോകുകയാണ്. ഈ റോഡ് ചെന്ന് എത്തിച്ചേരുന്നത് മറ്റൊരു കുടിയേറ്റ പ്രദേശമായ തോപ്രാംകുടിയാണ്. തോപ്രാംകുടിയിൽ നിന്നും വീണ്ടും നമുക്ക് കട്ടപ്പനയ്ക്കും പോകാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ കാണുന്നതാണ് മുരിക്കാശ്ശേരിയിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമായ പാവനാത്മ കോളേജ്. അങ്ങനെ ഇടതൂർന്ന് കൃഷി ചെയ്തിട്ടുള്ള കൃഷിഭൂമിയുടെ നടുവിലൂടെ പടർന്നിട്ടുള്ള മനോഹരമായ ഈ റോഡിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. Thank you for watching.